ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മടക്കാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മടക്ക് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാത്രമെടുത്ത് അതിലേക്ക് മൈദ ചേർത്ത് അതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം മാവെടുത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ 4 ബോളുകളാക്കി എടുക്കുക. ഓരോ ബോളുകളും എടുത്ത് പത്തിരിപ്പൊടി വിതറിയ ശേഷം നല്ലപോലെ പരത്തിയെടുക്കുക. പരത്തി വെച്ചതെടുത്ത് അതിൻ്റെ മുകളിലായി ഓയിൽ ബ്രഷ് ചെയ്യുക. അല്പം പത്തിരിപ്പൊടി വിതറുക. അങ്ങനെ എല്ലാ ലെയറുകളും സെറ്റ് ചെയ്യുക. എല്ലാം സെറ്റ് ചെയ്ത ശേഷം നല്ലപോലെ പരത്തിയെടുക്കുക. ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ട് വശവും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസുകളെടുത്ത് നല്ലപോലെ പരത്തിയെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. എല്ലാം നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ലായനി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർക്കുക. 1 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്
വെള്ളമൊഴിച്ച് നല്ല പോലെ വറ്റിച്ചെടുക്കുക. ഒരു നൂൽ പരുവമാവുന്നത് വരെ തിളപ്പിക്കുക. നല്ലപോലെ ചൂട് തണഞ്ഞ മടക്ക് പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് നല്ലപോലെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. നമ്മുടെ മടക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.